കേരളം വിട്ടിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോവുകയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചില വേഷങ്ങൾ കിട്ടും. ഞാനൊരു ഷാള് കൊണ്ട് ചെവി മൂടിയിട്ടൊക്കെ കെട്ടി നടക്കും. ഇവിടെ വീട്ടിൽ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാല് ഒരു തലക്കെട്ടൊക്കെ കെട്ടും. പക്ഷെ എന്ത് വേഷം കെട്ടി നടന്നാലും അപരിചിതമായ സ്ഥലത്താണെങ്കിലും എതിരെ വരുന്ന ആള് ചിലപ്പോ ചിരിച്ചുകൊണ്ട് പിയാറോ കൊണ്ട് അടുത്തേക്ക് വരും. എങ്ങനെയാണ് ഇവരെന്നെ തിരിച്ചറിഞ്ഞത്? എന്നെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാര്യം. ഏത് വേഷം മാറിയിരുന്നാലും ആളെ തിരിച്ചറിയുന്ന അവരുടെ ഡ്രസ്സ് നോക്കിയിട്ടൊന്നല്ല. നമ്മുടെ വിചാരം വസ്ത്രം കൊണ്ടാണ്. കണ്ണുകളിലൂടെയാണ് തിരിച്ചറിയുന്നത്. ആ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഒരു സൂക്ഷ്മ തലമുണ്ടല്ലോ, ആ സൂക്ഷ്മ തലത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്. കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അഗ്നിതത്വമായിട്ട് ബന്ധപ്പെട്ടാണ്. ആകാശവും വായുവും കഴിഞ്ഞ് അഗ്നി വന്നപ്പോഴാണ് രൂപമുണ്ടായത്. ആ രൂപത്തെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് കണ്ണുകളാണ്. ഈ കാരണം കൊണ്ടാണ് കണ്ണുകളും സൂര്യനും തമ്മിലുള്ള ബന്ധം. ഈ കണ്ണുകളുടെ ഏറ്റവും ചെറിയ ഭാവമാണ് സ്വാധീനിക്കുന്നത്. ബാക്കി ജീവജാലങ്ങൾ ഗന്ധം എന്ന് പറഞ്ഞു. ഭൂമി തത്വമാണ് ഗന്ധം. നായകളൊക്കെ നമ്മളെ തിരിച്ചറിയുന്നത് ഗന്ധത്തിലൂടെ. കണ്ണിലേക്ക് നോക്കില്ല എന്നല്ല, കണ്ണിലെ സൂക്ഷ്മ ചലനങ്ങള്, വേറൊരാളുടെ കണ്ണിലെ സൂക്ഷ്മ തലങ്ങൾ നമ്മുടെ നേത്രങ്ങൾ പിടിച്ചെടുക്കും. അയാള് കോപിഷ്ഠനാണ് ഇത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഡ്രസ്സെന്നാണോ മനസ്സിലായത്? ഇത് ഇന്ന വ്യക്തിയാണെന്നും അയാള് ക്ഷുഭിതനാണെന്നും മനസ്സിലാക്കിയത് നേത്രങ്ങളുടെ ചലനങ്ങളിൽ നിന്നാണ്. ഇക്കാരണം കൊണ്ട് കണ്ണുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. കണ്ണിൽ തന്നെ നോക്കിയിരുന്നാൽ എന്നൊക്കെ പാട്ട് പാടുന്നതിന്റെ അർത്ഥം കാമുകി കാമുകന്മാര് കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്നതായിട്ട് കവികൾ ഭാവന ചെയ്യാറുണ്ട്. മുഴുവൻ കണ്ണുകളല്ല എന്ന് വേറൊരു ടാക്കിൽ ഞാൻ പറയാനിടയുണ്ട്. ഇന്ന് വിഷയം നേത്രങ്ങളാണ്. നമ്മുടെ ജന്മസംസ്കാരം മുഴുവൻ കണ്ണുകളിലുണ്ട്. ജന്മജന്മാന്തരമായിട്ട് ഞാൻ നേടിയ കാര്യങ്ങളൊക്കെ കണ്ണുകളിൽ ഉണ്ട്. വളരെ ക്രൂരനായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ, തമിഴിലെ നടനാട്ടോ. അപ്പൊ എതിർച്ച ഒരു ചടങ്ങിന് വന്നപ്പോ എന്റെ ഇടതുവശത്ത് സീറ്റായി. അപ്പൊ അദ്ദേഹം അഭിനയിച്ച ഒരു തമിഴ് സിനിമയിൽ നല്ലവനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പടം വീശിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളധികം ക്രൂരനായിട്ടുള്ള വില്ലനായിട്ടാണല്ലോ അഭിനയിക്കാറ്, ഇതെന്തേ മാറിപ്പോയി എന്ന്. അതുകൊണ്ട് തന്നെയാണ് അത് പരാജയം സംഭവിച്ചത്. എന്തൊക്കെ വെച്ചാലും എന്റെ കൃഷ്ണമണി വന്ന ഓഡിയൻസ് തിരിച്ചറിയാം അതിനൊരു വില്ലൻ ലുക്കാണ് അദ്ദേഹം പറഞ്ഞപ്പോ. എനിക്ക് തോന്നിയില്ല, അദ്ദേഹം പറഞ്ഞ വരിയാണ്. എന്റെ അടുത്തിരിക്കുമ്പോ എനിക്ക് വില്ലൻ ലുക്കൊന്നും തോന്നിയില്ല. പുറത്തെ കഥയിലും അയാളൊക്കെ തന്നെ അറിയാം കണ്ണുകൾക്കൊരു വില്ലൻ ലുക്കുണ്ട്. ജന്മജന്മാന്തരമായിട്ട് നമ്മുടെ സംസ്കാരം
അത് മുഴുവൻ ആ കണ്ണുകളിൽ ഉണ്ടാകും. കണ്ണുകളെ നിരീക്ഷിക്കുമ്പോൾ ഒരു കശാപ്പുകാരൻ പറഞ്ഞത് ജീവജാലങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ കണ്ണുകളിലേക്ക് നോക്കാറില്ല. ഞാൻ ചോദിച്ചു, അതിന്റെ കണ്ണ് കാണുമ്പോൾ എന്ത് നിങ്ങൾക്ക് തോന്നുന്നു ചോദിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കില്ല. എത്ര കിലോ ഇറച്ചി ഇന്ന ഹോട്ടലിലേക്ക് കൊടുക്കണം, കണ്ണിലേക്ക് നോക്കില്ല എന്നാണ്. നമ്മളോട് കാരുണ്യം കാണിക്കുന്ന വ്യക്തികളുടെ നേത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ കാരുണ്യം കാണിക്കുമെന്ന്. കൈക്കൂലി കിട്ടിയാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ള അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥന്മാർ കണ്ണുകളിലേക്ക് നോക്കുകയില്ല. എന്ത് പറഞ്ഞാലും അവർ കണ്ണിലേക്ക് നോക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തരത്തിട്ട് ഈ ഫോം ശരിയായില്ലല്ലോ, അത് 9 നമ്പർ കോളത്തിലല്ലോ എഴുതേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും മുഖത്തേക്ക് നോക്കില്ല. കാരണം കണ്ണുകളിലേക്ക് നോക്കിയാൽ കാര്യം മാറും. പൂതന കൃഷ്ണനെ കൊല്ലാനായിട്ട് വന്നു. കൃഷ്ണന് മുല കൊടുക്കുന്ന സമയത്ത് പൂതന കണ്ണുകൾ അടച്ചു. എന്താ കണ്ണ് തുറന്നാൽ എന്താ കുഴപ്പം? കണ്ണുകൾ തുറന്നാൽ കൃഷ്ണന്റെ കൃഷ്ണമണികൾ കാണും. കാരുണ്യത്തിന്റെ മഹാസമുദ്രമാണത്. അപ്പൊ ആ കുട്ടിയെ കൊല്ലാൻ തോന്നില്ല. ഇവിടെ കൊന്നേ പറ്റൂ, ഡ്യൂട്ടി നിർവഹിക്കണ്ടേ. ഇതാണ് കണ്ണുകൾ. ഒരിക്കലും ഒരു സൽഗുണവുമില്ലാത്ത നേത്രങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ലാതെ മുരടനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായി. കീഴുദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഇഷ്ടമല്ല. ഇയാളെ തലയും താത്തിയിരിക്കും, ആരുടെയും നേത്രങ്ങളിലേക്ക് നോക്കൂല. നേത്രങ്ങളിലേക്ക് നോക്കിയാൽ സഹതാപം വരും. നേത്രങ്ങൾ കണ്ട് സഹതാപം തോന്നിയ അനുഭവങ്ങളുണ്ട്, അത് വേറെ ദിവസം പറയാം. ഈ ഉദ്യോഗസ്ഥൻ ആരുടെയും മോത്തി നോക്കില്ല, അതിക്രൂരൻ. ഒടുവിൽ റിട്ടയർ ചെയ്യുന്ന ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മത്സരം വെക്കുകയാണ്. ഞാൻ ആരെയും കണ്ണുകളിലേക്ക് നോക്കാറില്ല, എന്റെ കണ്ണിലേക്ക് ആരും നോക്കാറില്ല. എന്റെ 2 കണ്ണുകളും കണ്ടിട്ട് ഒരേമാതിരി തോന്നുന്നുണ്ടല്ലോ, ഇപ്പോഴാണ് ആളുകൾ നോക്കണാണ്. പക്ഷെ വളരെ ബാല്യത്തിലൊരു അപകടം കൊണ്ട് ഒരു കണ്ണ് പൊട്ടിപ്പോയി. അവിടെ ഞാനൊരു നരിയുടെ കണ്ണ് വെച്ചിരിക്കുകയാണ്. ഒരു കണ്ണ് എന്റെയും ഒന്ന് നരിയുടെയാണ്. വിദഗ്ധരായ ഡോക്ടർമാർ വെച്ചതായതുകൊണ്ട് ഒരിക്കലും മനസ്സിലാവില്ല എന്റെ കണ്ണേതാ നരിയുടെ കണ്ണേതാ. വളരെ സൂപ്പർ. ഞാൻ ഒരിടത്തിരിക്കും, ഓരോരുത്തർ വരിക, ഏത് കണ്ണാണ് നരിയുടെ എന്ന് പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഇതേ ഒരു മുറിയിലിരുന്നു. ഒരാൾ വന്നു, 2 കണ്ണിലേക്ക് നോക്കി. ഈ ഇടത്തെ കണ്ണ് നരിയുടെയാണെന്ന് ആയിച്ചാണ്. എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചില്ല. നെക്സ്റ്റ്, 2ാമത്തെ ആള് വന്നു. ഇടത്തെ കണ്ണ് നരിയുടെ കേട്ടോ. ഒരു 100ഓളം പേര് വന്നിട്ട് 100 പേരും കൃത്യമായിട്ട് ഉത്തരാട് പറഞ്ഞു, ഇടത്തെ കണ്ണ് നരിയുടെ. അപ്പൊ ഇയാൾക്കൊരു അത്ഭുതം എന്താ വെച്ചാൽ, ഇത്രയും കാലം ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ദിവസേന കാണണമെങ്കിൽ ഇത്രയും കാലമായിട്ട് അവര് ഇത് കണ്ടുപിടിച്ചിട്ടില്ല. ഈ 10-100 ആളോട് ഇയാൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും, ഒരാൾക്ക് പോലും തെറ്റ് പറ്റിയില്ല, ഇടതേ കണ്ണ് നരിയുടെയാണെന്ന് എങ്ങനെ നിങ്ങൾ പറഞ്ഞു? അപ്പൊ ഒറ്റ വാക്കിൽ അവർ ഉത്തരം പറഞ്ഞു, ഇടതേ കണ്ണ് നരിയുടെയെന്ന് മനസ്സിലായി. കാരണം അതിൽ കുറച്ച് മനുഷ്യത്വമുണ്ട് ആ കണ്ണില്. ഇപ്പുറത്ത് നിങ്ങളുടെ കണ്ണാണ്, അതില് പരിപാടിയില്ല, മനുഷ്യത്വം എന്നുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു. ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാ വ്യക്തികളെയും നമ്മൾ തിരിച്ചറിയുന്നത് കണ്ണിലൂടെയാണ്. ആ കണ്ണിലെ കൃഷ്ണമണികളിൽ
സത്വഗുണത്തിന്റെ ഒരു ഭാഗമുണ്ട്, രജോ ഗുണത്തിന്റെ ഒരു ഭാഗമുണ്ട്, തമോ ഗുണത്തിന്റെ ഒരു ഭാഗം ഉണ്ട്. അത് വളരെ വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. സത്വരജ തമോ ഗുണങ്ങൾ മൂന്നും കൃഷ്ണമണിയിൽ ഉണ്ടായത് കൊണ്ടാണ് ഇതിന് ഇത്ര ആകർഷണീയത കിട്ടിയത്. കണ്ണുകൾക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, തെറ്റായ ചിന്തകൾ വരിക, ഇതൊക്കെ നമ്മുടെ കണ്ണുകളെ ബാധിക്കും. നമ്മുടെ ചുറ്റും പെരുമാറുന്ന വ്യക്തികൾ വീട്ടുജോലിക്കാരിയാവും. ആ ജോലിക്കാരി ജോലി ചെയ്യുമ്പോൾ ഗൃഹനാഥന് മനസ്സിലാവും ഇന്ന് ജോലിക്കാരി കുറച്ച് മൂഡ് ഔട്ടാണ്, എന്തോ മാനസിക പ്രശ്നം ഉണ്ട്. കണ്ണുകളെ സജീവമാക്കേണ്ട പ്രവൃത്തികൾ ഉണ്ട്. ആ പ്രവൃത്തികൾ ചെയ്യുക വഴി കണ്ണുകൾക്ക് ചേതന വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നേത്രോന്മീലനം എന്നത്. അതേപ്പറ്റിയൊക്കെ ഞാൻ തുടർന്നുള്ള ട്രാക്കുകളിൽ പറഞ്ഞോളാമെന്ന്. ട്രാക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സൗകര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.